പല ഡയറ്റിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോ കാർബ് ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഇങ്ങനെ ഒരുപാട് ഡയറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് പുതിയൊരു ഡയറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ചാറ്റ് ജിപിടി ഡയറ്റ്. ഇന്നലെ എനിക്കൊരു പേഷ്യന്റ് വന്നായിരുന്നു. എല്ലാ ഡയറ്റും ട്രൈ ചെയ്ത് ലാസ്റ്റ് ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടാണ് അവർ ഡയറ്റ് എടുത്തത്. ചാറ്റ് ജിപിടി പറഞ്ഞ ഡയറ്റ് ഇങ്ങനെയാണ്: രാവിലെ ഒരു ഹോളി എഗ്, ഉച്ചയ്ക്ക് 2 ചപ്പാത്തി, വെജിറ്റബിൾ കറി ഓർ പൾസസ് കറി, അത് കഴിഞ്ഞ് രാത്രിയിലോട്ട് ഒരു ബൗൾ ഓഫ് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഡയറ്റ് എടുത്തിട്ട് ഇപ്പൊ വരാനുള്ള മെയിൻ റീസൺ ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു, ആസിഡിറ്റി ഇഷ്യൂ, ബ്ലോട്ടിങ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ലാക്ക് ഓഫ് എനർജി. ആൾക്കൊന്നും മര്യാദയ്ക്ക് ചെയ്യാനുള്ള എനർജി ഇല്ല, തോന്നലില്ല. ഭയങ്കര നമ്മൾ മലയാളികൾ പൊതുവേ പറയുന്ന ഒരു മടി. ശരിക്കും അത് മടിയാണോ? അല്ല. അയാൾക്ക് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പല ഡയറ്റ് റിലേറ്റഡ് മിസ്റ്റേക്സ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കിൽ ഒന്നാണ് ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്യുക. പല ആൾക്കാരും ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു മീൽ, ലഞ്ച് ഓർ ഡിന്നർ സ്കിപ്പ് ചെയ്താൽ വെയിറ്റ് ലോസിന് സഹായിക്കും എന്നുള്ളതാണ്. ആക്ച്വലി അത് നിങ്ങളുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അത് മാത്രമല്ല, അടുത്ത മീൽ ഓവറായിട്ട് കഴിക്കാനും സഹായിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്കിപ്പിംഗ് മീൽ, നിങ്ങൾ സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് മീൽസ് കഴിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ അളവ് കുറച്ച് തവണകളായിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുക. പിന്നീട് കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്സിൽ ഒന്നാണ് ഓവർ ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സ്. നമ്മുടെ ഫ്രൂട്ട്സ്, നട്ട്സ്, ഓട്സ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കും. അധികമായാൽ അമൃതവും വിഷമാണെന്ന് പറയുന്ന പോലെയാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ വെക്കാനേ സഹായിക്കത്തുള്ളൂ. പിന്നീട് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു മിസ്റ്റേക്സിൽ ഒന്നാണ് ഹെൽത്തി ബാർസ്, അതേമാതിരി പ്രോട്ടീൻ ബാർസ്, സീറോ കാലറി ജ്യൂസസ്, ഇങ്ങനെയുള്ള ഭക്ഷണം, പാക്ക്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ്സ് എന്ന് പറയപ്പെടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ ഇവ ആക്ച്വലി അങ്ങനെയാണോ എന്നുള്ളത് ഫസ്റ്റ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഹോം ബേസ്ഡ് ഫുഡ്സ് കഴിക്കുന്നതാണ് ബെറ്റർ. അടുത്തത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് കട്ട് ചെയ്യുക. അതിൽ സ്ഥിരമായിട്ട് വരുന്ന വില്ലൻ കാർബ്സും ഫാറ്റ്സും ആണ്. ബട്ട് ആക്ച്വലി നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്. ഇത് കട്ട് ചെയ്യുന്നതിന് പകരം പോർഷൻ സൈസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ പോരെ. സോ എപ്പോഴും പോർഷൻ സൈസ് കൺട്രോൾ ചെയ്തിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ ആയിട്ട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡയറ്റാണ് എടുത്തത്, പക്ഷെ അതിൽ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, വേറൊരാൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് മെയിൻ ഉത്തരം, നമ്മളെല്ലാവരും ബോഡി ഡിഫറെൻ്റ് ആണ്, യൂണീക്ക് ആണ്. അപ്പോൾ നിങ്ങളെ ഏജ്, ലൈഫ് സ്റ്റൈല്, ഹെൽത്ത് കണ്ടീഷൻ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് തരിക. അപ്പോൾ ഒരാൾക്ക് പറ്റുന്ന ഡയറ്റ് ഒരു പക്ഷെ മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. സോ എപ്പോഴും ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് എടുക്കാൻ നോക്കുക. ഇനി വേറൊരാളെ സഹായത്തോടെ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ സെൽഫായിട്ട് തന്നെ ഡയറ്റ് എടുക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നോ യുവർ ബോഡി. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് ഗോളിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡയറ്റാണ്. എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് വെയിറ്റ് കൂട്ടണം, ഇങ്ങനെയുള്ള ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ പോവുക. പക്ഷേ നിങ്ങളെ ബോഡീനെ മനസ്സിലാക്കാതെ നിങ്ങൾ ഡയറ്റ് എടുത്താൽ നിങ്ങൾ ആ ഗോളിലോട്ട് എത്തത്തില്ല. പകരം നിങ്ങളെ ബോഡീനെ കൂടുതലായിട്ട് ഹാം ചെയ്യുക ചെയ്യുന്നത്. സോ എപ്പോഴും ബാലൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ ഷുഡ് ബി കം ഫസ്റ്റ്.